Good morning, students. ഇന്ന് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൻ്റെയും അതേപോലെ ഡെഫിഷ്യൻസി ഓർ സർപ്ലസ് സ്റ്റേറ്റ്മെൻറ്റേയും ഒരു ഇല്ലസ്ട്രേഷൻ ഡിസ്കസ് ചെയ്യാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഇന്നലെ ഞാൻ ഷെയർ ചെയ്ത സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൻ്റെ പ്രൊഫോമ നിങ്ങളെല്ലാവരും കണ്ടു കാണും, അത് നോട്ടിൽ എഴുതിയെടുത്ത് കാണും. പിന്നെ മിനിയാന്ന് ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൻ്റെ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രോബ്ലം ഞാൻ തന്നിരുന്നു. അത് തീർച്ചയായും നിങ്ങൾ നോട്ടിൽ എഴുതിയതിന് ശേഷം മാത്രം ഈ വീഡിയോ കേട്ടാൽ മതി, എന്നാലേ നിങ്ങൾക്കത് കൃത്യമായി മനസ്സിലാവും. അല്ലെങ്കിൽ ഞാനിങ്ങനെ 4 പേജുള്ള ഈ ഒരു പ്രോബ്ലം സ്ക്രോൾ ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്കത് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ തീർച്ചയായും നിങ്ങൾ നോട്ടിൽ എഴുതിയതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. പിന്നെ ഇതൊരു ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൻ്റെ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ ഒരു പ്രോബ്ലം ഒരു ടിപ്പിക്കൽ പ്രോബ്ലമാണ്. അതായത് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഈ ഒരു രീതിയിലുള്ള ഒരു പ്രോബ്ലം ആയിരിക്കും വരിക. അപ്പം നമ്മൾ ഒരുപാട് പ്രോബ്ലംസ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഈ ലിക്വിഡേഷൻ ഓഫ് കമ്പനീസ് നമ്മൾ ഒരു 3-4 പ്രോബ്ലംസ് ആണ് ചെയ്യുക. അപ്പോൾ ഇത് ഇപ്പം സാധാരണ കമ്പനി അക്കൗണ്ട്സ്, ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് കമ്പനീസ് പോലെയോ പിന്നെ അല്ലെങ്കിൽ കമ്പനിയുടെ അമാൽഗമേഷനൊക്കെ പോലെയോ ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉള്ള ഒരു ഏരിയ അല്ല ലിക്വിഡേഷൻ ഓഫ് കമ്പനീസ്. ഇവിടെ നമ്മൾ ആകെ ചെയ്യുന്നത് ഒരു ബാലൻസ് ഷീറ്റ് തരും, കുറച്ച് അഡീഷണൽ ഇൻഫർമേഷൻ തരും, എന്നിട്ട് ഈ കമ്പനി പൂട്ടിപ്പോവാണ്. അപ്പോൾ അസറ്റ്സ് ഞാൻ നേരത്തെ തിയറി പോർഷനിൽ പറഞ്ഞതുപോലെ അസറ്റ്സ് ഒക്കെ റിയലൈസ് ചെയ്ത് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടാനുള്ള തുകയെല്ലാം പിരിച്ചെടുത്ത് ഇതൊക്കെ ആര് ചെയ്യുന്നു? ലിക്വിഡേറ്റർ ചെയ്യുന്നു. ആ തുക ഉപയോഗിച്ച് ലയബിലിറ്റീസ് ഒക്കെ പേ ഓഫ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. മറ്റ് അഡീഷണൽ ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സോ മറ്റ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്സോ ഒന്നും ഈ ലിക്വിഡേഷൻ ഓഫ് കമ്പനീസ് എന്ന പ്രോബ്ലത്തിലില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, അല്ലാതെ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട്, സമയമുണ്ട്. ശരിക്കും ഈ ഓൺലൈൻ ക്ലാസ്സിൽ നിങ്ങൾ വിചാരിച്ച് നോക്കുക, ഞാൻ ടൈപ്പ് ചെയ്ത് ഞാൻ തന്നെ ആൻസർ ചെയ്ത് സോൾവ് ചെയ്ത പ്രോബ്ലംസ് നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ട് അത് നോട്ടിൽ എഴുതി പറയുമ്പോൾ എനിക്ക് വളരെ എളുപ്പത്തിൽ തീർക്കാൻ പറ്റും. സമയമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ ഇതിനത്രേ നമുക്ക് പ്രോബ്ലം ആവശ്യമുള്ളൂ. അപ്പോൾ ഒരു 2-3 പ്രോബ്ലംസാണ് ഞാൻ ഡിസ്കസ് ചെയ്യുക. ഇതൊരു വളരെ ടിപ്പിക്കലായിട്ടുള്ള, ഇതിൽ കൂടുതൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉള്ള പ്രോബ്ലംസ് ഒന്നും വരാനില്ല. അപ്പം നിങ്ങൾ അത്രയും കെയർ എടുത്ത് അത്രയും ശ്രദ്ധിച്ച് ഇത് കേൾക്കുക. ഞാൻ ഒന്നുകൂടെ പറയുന്നു, നോട്ട്സ് എഴുതിയതിന് ശേഷം മാത്രം നോക്കുക. Mr. Manohar is appointed as the liquidator of a company in voluntary liquidation on 1/7/2018 and the following balances are extracted from the books on that date. ഇപ്പോൾ ഒരു കമ്പനി പൂട്ടിപ്പോവാണ്. 1/7/2018 മിസ്റ്റർ മനോഹറിനെ അതിൻ്റെ ലിക്വിഡേറ്ററായി നിയമിച്ചു. അന്നത്തെ ദിവസം കമ്പനിയുടെ ബാലൻസ് ഷീറ്റാണിത്. ഫോളോയിങ് ബാലൻസ് ആർ എക്സ്ട്രാക്റ്റഡ് എന്ന് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റ് തന്നെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. സാധാരണ ഒരു വെർട്ടിക്കൽ ഫോം ഓഫ് ബാലൻസ് ഷീറ്റാണ്, ഹൊറിസോണ്ടൽ ഫോം ഓഫ് ബാലൻസ് ഷീറ്റാണ്. ക്യാപിറ്റൽ 16,000 ഷെയർസ് ഓഫ് ₹5, 80,000. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ് ഉണ്ട്. നമുക്കറിയാം പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ് 2 രീതിയിൽ കാണിക്കാം. ഒന്നെങ്കിൽ ഡെറ്റേഴ്സിന് കുറച്ച് കാണിക്കാം, അല്ലെങ്കിൽ ഇപ്പുറത്തെ ലയബിലിറ്റി സൈഡിൽ ഡെറ്റേഴ്സ് ഫുൾ എമൗണ്ടിൽ തന്നെ അസറ്റ് സൈഡിൽ കാണിച്ചിട്ട് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ് ലയബിലിറ്റി സൈഡിൽ കാണിക്കാം. രണ്ടിനും ഒരേ ഇഫക്റ്റ് ആണല്ലോ, നമുക്കറിയാം. ഡിബഞ്ചേഴ്സ് 50,000 ഉണ്ട്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് 18,000. ലയബിലിറ്റീസ് ഫോർ പർച്ചേസസ് 20,000. ലയബിലിറ്റീസ് ഫോർ പർച്ചേസസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? It is nothing but sundry creditors. Machinery 30,000 ഉണ്ട്. ലീസ് ഹോൾഡ് പ്രോപ്പർട്ടീസ് 40,000. ഫിക്സ്ഡ് അസറ്റ്സ് ആണ് അതൊക്കെ. പിന്നെ സ്റ്റോക്ക് ഇൻ ട്രേഡ്. ബുക്ക് ഡെറ്റ്സ് ആണ് ഡെറ്റേഴ്സ് അഥവാ സൺട്രി ഡെറ്റേഴ്സ്. ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. കോൾസ് ഇൻ അരിയർ ഉണ്ട്. ക്യാഷ് ഇൻ ഹാൻഡ് ഉണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. 2 കാര്യം ചോദിക്കും. കോൾസ് ഇൻ അരിയർ എങ്ങനെയാണ് ഒരു അസറ്റ് ആവുക? ഇതൊരു ലിക്വിഡേഷൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ തന്ന ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് കോൾസ് ഇൻ അരിയർ ഇവിടെ അസറ്റായിട്ട് കാണിച്ചിരിക്കുന്നത്. സാധാരണ കോൾസ് ഇൻ അരിയർ എങ്ങനെയാണ് തരിക? തരിക ക്യാപിറ്റലിൽ നിന്ന് കുറച്ച് കാണിക്കുന്നതും ക്യാപിറ്റൽ മുഴുവൻ എമൗണ്ട് കാണിച്ചിട്ട് അസറ്റ് സൈഡിൽ ഈ എമൗണ്ട് കാണിക്കുന്നതും, ഞാൻ ബാഡ് ഡെറ്റ്സിൻ്റെ കാര്യം പറഞ്ഞാൽ ഒരേ ഇഫക്റ്റാണ്. പിന്നെ എന്തുകൊണ്ടാണ് കോൾസ് ഇൻ അരിയർ ഇങ്ങനെ തന്നത്? കാരണം കോൾസ് ഇൻ അരിയർ എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സിന് നമുക്ക് കിട്ടാനുള്ള തുകയാണ്. നമ്മൾ തിയറി പോർഷൻ നോക്കിയ കോൺട്രിബ്യൂട്ടറി എന്ന ഒരു വാക്ക് ഞാൻ പറഞ്ഞിരുന്നു. Contributories are persons who are liable to contribute amount to the company at the time of winding up. കമ്പനി പൂട്ടിപ്പോകുന്ന സമയത്ത് കമ്പനിയുടെ ആസ്തിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ബാധ്യതയുള്ളവരാണ് കോൺട്രിബ്യൂട്ടറീസ് അഥവാ ഷെയർ ഹോൾഡേഴ്സ്. പ്രത്യേകമായി ആ ഷെയർ ഹോൾഡേഴ്സ് എന്തെങ്കിലും എമൗണ്ട് കോളിൽ കൊടുക്കാറുണ്ടെങ്കിൽ, കോൾ വിളിച്ച സമയത്ത് കൊടുക്കാൻ വീഴ്ച വരുത്തതാണ് കോൾസിൻ്റെ നമുക്കറിയാം. അത് ഇപ്പോൾ കൊടുക്കണം. എപ്പോൾ? വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത്. അപ്പോൾ അതൊരു അസറ്റായിട്ട് വരും. കാരണം കമ്പനിക്ക് അത്രയും കൂടി എമൗണ്ട് കൈവശം കിട്ടുകയാണ് ലയബിലിറ്റീസ് പേ ഓഫ് ചെയ്യാൻ വേണ്ടി. സോ കോൾസിന് ഒരു അസറ്റാണ്. അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നോക്കുക. അസറ്റ് സൈഡിൽ, ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തന്നു എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? അതിനർത്ഥം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് എന്നാണ്. കാരണം അസറ്റ്സ് ഒക്കെ ഡെബിറ്റ് ആണല്ലോ.
പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് കഴിഞ്ഞ വർഷങ്ങളിലെ അക്യുമുലേറ്റഡ് ലോസസ് ആണ്. So profit and loss account debit balance in the balance sheet represents accumulated losses of the company for the previous years. അതേസമയം ഇപ്പുറത്തായിരുന്നെങ്കിലോ ലയബിലിറ്റി സൈഡിലായിരുന്നു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നെങ്കിലോ, in that case we have to assume that it is profit and loss account credit balance. It represents accumulated profits of the company for the previous years. So ഇത് ലോസ് ആണ്. അപ്പോൾ ഇതാണ് ഒരു ബാലൻസ് ഷീറ്റ് തന്നിരിക്കുന്നത്. പിന്നെ അഡീഷണൽ ഇൻഫർമേഷൻ നിങ്ങൾ നോക്കുക, ശ്രദ്ധിച്ച് നോക്കുക. The machinery is valued at rupees 60,000. ബാലൻസ് ഷീറ്റ് എത്രയാണ് ഫിഗർ? 30,000 ആണ്. ഇവിടെ വാല്യൂ ചെയ്ത സമയത്ത് അല്ലെങ്കിൽ ലിക്വിഡേഷൻ്റെ സമയത്ത് വിൽക്കാൻ നോക്കുന്നു. വാല്യൂ ചെയ്യാൻ മീൻസ് ലിക്വിഡേഷൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ അത് വിൽക്കാൻ നോക്കുമ്പോൾ 60,000 കിട്ടുമെന്ന് മനസ്സിലായി. ലീസ് ഹോൾഡ് പ്രോപ്പർട്ടി അറ്റ് 73,000. ഓക്കെ, കമ്പനി നല്ല കമ്പനിയാണ്, അതുകൊണ്ടാണ് 40,000 മാത്രം ബാലൻസ് ഷീറ്റ് എഴുതി വെച്ചിരിക്കുന്നത്. ലീസ് ഹോൾഡ് പ്രോപ്പർട്ടീസ്, ലാൻഡ്, ബിൽഡിംഗ് ആയിരിക്കും. അതിന് 73,000 കിട്ടുമെന്ന്. ഇൻവെസ്റ്റ്മെൻറ്റ്സ് അറ്റ് 4,000. ഇൻവെസ്റ്റ്മെൻറ്റ് 6,000 ഉണ്ടായിരുന്നു, പക്ഷേ അത് 4,000 കിട്ടുള്ളൂ. സ്റ്റോക്ക് ഇൻ ട്രേഡ് അറ്റ് 2,000. സ്റ്റോക്ക് ഇൻ ട്രേഡ് 1,000 ആയിരുന്നു, നമ്മുടെ ബാലൻസ് ഷീറ്റ് എഴുതി വെച്ചിരിക്കുന്നത് 2,000 ആയി. ബാക്കി അവിടെ നിൽക്കട്ടെ, ഞാൻ ഇത്രയും കാര്യം പറയാം. അതായത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യാനാണ് ഇതിൻ്റെ ഒരു മേജർ പോർഷൻ. അതിൽ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൻ്റെ പ്രൊഫോമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ ഇന്നലെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പെർട്ടിക്കുലേഴ്സ് കോളത്തിന് ചേർന്നൊരു എമൗണ്ട് കോളം ഉണ്ട്. ആ എമൗണ്ട് കോളത്തിന് ഹെഡിങ് കൊടുത്തിരിക്കുന്നത് എമൗണ്ട് എന്നല്ല, പകരം ERV എന്നാണ്. ERV എന്താണ്? ERV എസ്റ്റിമേറ്റഡ് റിയലൈസബിൾ വാല്യൂ. എസ്റ്റിമേറ്റഡ് റിയലൈസബിൾ വാല്യൂ എന്ന് പറഞ്ഞാൽ ഹൗ മച്ച് എമൗണ്ട് വി ക്യാൻ എക്സ്പെക്ട് ഫ്രം an asset if it is realized when it is sold. അസറ്റ് വിൽക്കുന്ന സമയത്ത് എത്ര രൂപ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും, അതാണ് അവിടെ കാണിക്കേണ്ടത്. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൻ്റെ എമൗണ്ട് കോളത്തിൽ കാണിക്കുന്നത് ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്ന ഫിഗേഴ്സ് അല്ല. ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്ന ഫിഗേഴ്സ് ആവണമെന്ന് നിർബന്ധമില്ല. റീവാല്യൂ ചെയ്ത ഫിഗേഴ്സ് ഉണ്ടെങ്കിൽ, അഡീഷണൽ ഇൻഫർമേഷനിൽ റീവാല്യൂ ചെയ്ത ഫിഗേഴ്സ് ഉണ്ടെങ്കിൽ ആ ഫിഗറാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൻ്റെ എമൗണ്ട് കോളത്തിൽ കാണിക്കേണ്ടത്. കാരണം ബാലൻസ് ഷീറ്റ് നമുക്ക് എന്തും എഴുതി വയ്ക്കാം, യഥാർത്ഥത്തിൽ നമ്മൾ റിയലൈസ് ചെയ്യാൻ പോകുന്ന തുകയാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൻ്റെ എമൗണ്ട് കോളത്തിൽ നമ്മൾ കാണിക്കേണ്ടത്. അപ്പോൾ നോക്കാം, മെഷീനറി 30,000. ഈ 30,000 ആണോ മെഷീനറിയുടെ നേരെ കാണിക്കേണ്ടത്? അല്ല, 60,000 ആണ്. കാരണം വിറ്റാൽ 60,000 കിട്ടുമെന്ന് നമുക്ക് മനസ്സിലായി. അതാണല്ലോ എസ്റ്റിമേറ്റഡ് റിയലൈസബിൾ വാല്യൂ. ലീസ് ഹോൾഡ് പ്രോപ്പർട്ടീസ് 40,000 ആണോ കാണിക്കേണ്ടത്? അല്ല, 73,000. സ്റ്റോക്ക് ഇൻ ട്രേഡ് 1,000 ആണോ? അല്ല, സ്റ്റോക്ക് ഇൻ ട്രേഡ് 2,000 ആണ് കാണിക്കേണ്ടത്. അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് 6,000 ആണോ കാണിക്കേണ്ടത്? അല്ല, ഇൻവെസ്റ്റ്മെൻറ്റ്സ് കുറഞ്ഞാൽ കുറഞ്ഞതാണ് കാണിക്കേണ്ടത്. കൂടിയാൽ കൂടിയത്, കുറഞ്ഞാൽ കുറഞ്ഞ ഫിഗർ. ഇനി ഒരു ചേഞ്ചും ഇല്ലെങ്കിലോ അതേ ഫിഗർ തന്നെ, ബാലൻസ് ഷീറ്റിലുള്ള ഫിഗർ തന്നെ. മനസ്സിലായോ? ഇനി നോക്കുക, ബാഡ് ഡെറ്റ്സ് ആർ 2,000, ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ആർ 4,000, എസ്റ്റിമേറ്റഡ് ടു റിയലൈസ് 2,000. ശ്രദ്ധിക്കുക, ബാഡ് ഡെറ്റ്സ് 2,000 ഉണ്ട്. ബാഡ് ഡെറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? എമൗണ്ട് വിച്ച് കനോട്ട് ബി റിക്കവേർഡ്. ലോസ് ഈസ് ഐഡൻറ്റിഫൈഡ്. ഒരു കാരണവശാലും ഒരിക്കലും കിട്ടാത്ത തുകയാണ് ബാഡ് ഡെറ്റ്സ്. അങ്ങനെയുള്ള 2,000 രൂപയുണ്ട്. ഡൗട്ട്ഫുൾ ഡെറ്റ്സ് 4,000 ആണ്. അതിൽ എസ്റ്റിമേറ്റഡ് ടു റിയലൈസ് 2,000 ആണ്. അതായത് സാധ്യതയുള്ള, ചിലപ്പോൾ നഷ്ടപ്പെടും, ചിലപ്പോൾ കിട്ടും. അങ്ങനെ നമ്മൾ വെച്ചിരുന്നത് 4,000 രൂപയായിരുന്നു, പക്ഷേ അതിൽ 2,000 രൂപ ഇപ്പോൾ കിട്ടുമെന്ന് ഉറപ്പായി. അങ്ങനെയെങ്കിൽ യഥാർത്ഥത്തിൽ ഈ ഡെറ്റേഴ്സിൻ്റെ വാല്യൂഷനാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ കേട്ടോ. ഡെറ്റേഴ്സിൻ്റെ വാല്യൂഷനാണ്. കാരണം ബാഡ് ഡെറ്റ്സ് എന്ന് പറയുന്നത് ഡെറ്റേഴ്സ് എന്നാണ് കുറയേണ്ടത്. അപ്പോൾ നേരെ സൺഡ്രി ഡെറ്റേഴ്സ് ഇത്രയായി റീവാല്യൂ ചെയ്തു എന്നതിന് പറയുന്നതിന് പകരം ജസ്റ്റ് ഒരു ട്വിസ്റ്റ് തന്നിരിക്കുന്നതാണ്. ബാഡ് ഡെറ്റ്സ് 2,000 ഉണ്ട്, അത് ഓക്കെ, അത് കുറഞ്ഞു. ഡൗട്ട്ഫുൾ ഡെറ്റ്സ് 4,000 ഉണ്ട്, പക്ഷേ അതിൽ 2,000 രൂപ റിയലൈസ് ചെയ്യും. അപ്പോൾ മൊത്തം എത്ര രൂപ ഡെറ്റേഴ്സ് നിന്ന് കുറയണം? 4,000 റുപ്പീസ് കുറയണം. ബാഡ് ഡെറ്റ്സ് 2,000, ഡൗട്ട്ഫുൾ ഡെറ്റ്സിൽ കിട്ടാത്ത പോർഷൻ 2,000. അങ്ങനെ 4,000 കുറഞ്ഞാൽ ബുക്ക് ഡെറ്റ്സ് എന്ന് പറഞ്ഞാൽ എസ്റ്റിമേറ്റഡ് റിയലൈസബിൾ വാല്യൂ എത്രയാണ് കാണിക്കേണ്ടത്? 60,000 മൈനസ് 4,000, 56,000 ആണ് കാണിക്കേണ്ടത്. പിന്നെ അപ്പോൾ മറ്റ് അസറ്റ്സ് നമുക്ക് നോക്കാം. കോൾസ് ഇൻ അരിയർ 5,000, അതൊരു അസറ്റാണ് ഞാൻ പറഞ്ഞു. അതിവിടെ ഒന്നും റീവാല്യൂ ചെയ്തതായി പറയുന്നില്ല. അപ്പോൾ എസ്റ്റിമേറ്റഡ് റിയലൈസബിൾ വാല്യൂ എത്ര തന്നെ? 5,000 തന്നെ. ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും റീവാല്യൂ ചെയ്യുമോ? ഇല്ല, കയ്യിലുള്ള തുക റീവാല്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞ എസ്റ്റിമേറ്റഡ് റിയലൈസബിൾ വാല്യൂ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എത്ര കാണിക്കേണ്ടത്? 1,000 തന്നെ. ഇനി മറ്റൊരു ഇൻഫർമേഷൻ പറയാണ്. ദ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഈസ് സെക്യൂർഡ് ബൈ ഡെപ്പോസിറ്റ് ഓഫ് ടൈറ്റിൽ ഡീഡ്സ് ഓഫ് ലീസ് ഹോൾഡ് പ്രോപ്പർട്ടീസ് എന്ന് നോക്കി. നമ്മൾ മനസ്സിലാക്കി
സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൻ്റെ പ്രൊഫോമ നിങ്ങൾ എടുത്ത് നോക്കുക, നോട്ട്ബുക്കിൽ എടുത്ത് വെക്കുക. ഞാനിപ്പോൾ പറയുമ്പോൾ എടുത്ത് വെക്കുക. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൽ അസറ്റ്സിൻ്റെ വിവരണം കൊടുക്കുമ്പോൾ രണ്ട് തരത്തിലാണ് അസറ്റ്സ് കൊടുക്കുന്നത്. ആദ്യം അസറ്റ്സ് നോട്ട് സ്പെഷ്യലി പ്ലെഡ്ജ്ഡ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് നോക്കുക, അസറ്റ്സ് നോട്ട് സ്പെഷ്യലി പ്ലെഡ്ജ്ഡ്. ആ കാറ്റഗറിയിൽ എന്തൊക്കെ അസറ്റാണ് വരിക? സെക്യൂരിറ്റി ആയി കൊടുക്കാത്ത അസറ്റ്സ്. സെക്യൂരിറ്റി ആയി കൊടുക്കാത്ത അസറ്റ്സ് ലിസ്റ്റ് എ പ്രകാരം. പിന്നെ അതിന് താഴെ അസറ്റ്സ് സ്പെഷ്യലി പ്ലെഡ്ജ്ഡ് ആസ് പെർ ലിസ്റ്റ് ബി ഉണ്ട്. അസറ്റ്സ് സ്പെഷ്യലി പ്ലെഡ്ജ്ഡ് ആസ് പെർ ലിസ്റ്റ് ബി. അവിടെയാണ് സെക്യൂരിറ്റി ആയി ഓഫർ ചെയ്ത അസറ്റ്സിൻ്റെ വിവരണം കൊടുക്കേണ്ടത്. ക്ലിയർ ആണോ? അപ്പോൾ എല്ലാ അസറ്റ്സിൻ്റെയും വിവരണം ഈ ലിസ്റ്റ് എയിൽ അല്ലെങ്കിൽ ലിസ്റ്റ് ബിയിൽ കൊടുക്കണം. ലിസ്റ്റ് എയിൽ സാധാരണ ചാർജായി കൊടുക്കാത്ത അസറ്റ്സ്, ലിസ്റ്റ് ബിയിൽ ചാർജായി സെക്യൂരിറ്റി ആയി കൊടുത്ത അസറ്റ്സ്. അപ്പോൾ ഇവിടെ പറയാണ് ഒരേ ഒരു 3 അസറ്റ് ഉണ്ട് അല്ലേ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒരു ഫിക്റ്റീഷ്യസ് അസറ്റാണ്, ഇതൊരു അക്യുമുലേറ്റഡ് ലോസസ് റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. ബാക്കി ഇത്രയും അസറ്റ്സിൽ ലീസ് ഹോൾഡ് പ്രോപ്പർട്ടീസ് ഈടായിട്ട് സെക്യൂരിറ്റി ആയി കൊടുത്തിരിക്കുകയാണ്. ആർക്ക്? ബാങ്ക് ഓവർ ഡ്രാഫ്റ്റിന്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് മീൻസ് ബാങ്ക് ലോൺ. ബാങ്കിൽ നിന്നൊരു 18,000 രൂപ ലോൺ എടുത്തപ്പോൾ 40,000 രൂപ ബുക്ക് വാല്യൂ ഉള്ള 73,000 റിയലൈസബിൾ വാല്യൂ ഉള്ള, നോക്കുക 40,000 രൂപയാണ് ബുക്ക് വാല്യൂ ലീസ് ഹോൾഡ് പ്രോപ്പർട്ടിയുടെ, പക്ഷേ 73,000 റിയലൈസബിൾ വാല്യൂ ഉള്ള ലീസ് ഹോൾഡ് പ്രോപ്പർട്ടി വെറും 18,000 രൂപ വായ്പ എടുത്ത ബാങ്കിന് ഈടായി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലായി? ഇതിൽ നിന്ന് മനസ്സിലായത് ലീസ് ഹോൾഡ് പ്രോപ്പർട്ടീസ് കാണിക്കുന്നത് ലിസ്റ്റ് ബിയിലാണ്, അസറ്റ്സ് സ്പെഷ്യലി പ്ലെഡ്ജ്ഡ്. ആ 4 എമൗണ്ട് കോളമായിട്ട് വരും. നിങ്ങൾ നോട്ടിൽ നോക്കുക, 4 എമൗണ്ട് കോളം ABCD എന്ന് പറഞ്ഞ് നമ്മളൊരു സബ് ക്ലാസിഫിക്കേഷൻ അതിൽ കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് ലീസ് ഹോൾഡ് പ്രോപ്പർട്ടി കാണിക്കുന്നത്. ബാക്കി എല്ലാ അസറ്റ്സും കാണിക്കുന്നത് അവിടെ അസറ്റ്സ് നോട്ട് സ്പെഷ്യലി പ്ലെഡ്ജ്ഡ് ലിസ്റ്റ് എ തുടക്കത്തിൽ. എസ്റ്റിമേറ്റഡ് റിയലൈസബിൾ വാല്യൂ. അടുത്തത് നോക്കുക, പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ഫോർ ടാക്സസ് ആൻഡ് വേജസ് ₹1,000 ആൻഡ് ടെലിഫോൺ റെൻറ്റ് ഓവിങ് ഈസ് ₹8. അതായത് ഇവിടെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാത്ത 2 എമൗണ്ട്സ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോ അല്ലെങ്കിൽ ഈ ബാലൻസ് ഷീറ്റിലോ ഐഡൻറ്റിഫൈ ചെയ്യാത്ത ഇപ്പോൾ നിലവിൽ വന്ന അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ 2 പേയ്മെൻറ്റ്സ് ആണ് പറയുന്നത് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ഫോർ ടാക്സസ് ആൻഡ് വേജസ്. നമുക്കറിയാം ടാക്സസ്നോ വേജസ്നോ പറഞ്ഞാൽ അതെന്താണ്? പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് എന്ന് ക്വസ്റ്റിനിൽ പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ആയിട്ട് 2 എമൗണ്ട്സ് ആണ് ഉള്ളത്. അത് ടാക്സസ് റേറ്റ്സ് സെസസ് ഡ്യൂ ടു ദ ഗവൺമെൻറ് ആണ്. സെൻട്രൽ ഗവൺമെൻറ് ആവും, സ്റ്റേറ്റ് ഗവൺമെൻറ്, ലോക്കൽ അതോറിറ്റി ആവാം. പിന്നെ വേജസ് ആൻഡ് ഓൾ അതർ ടൈപ്സ് ഓഫ് പേയ്മെൻറ്റ്സ് ടു എംപ്ലോയീസ് ആണ്. സോ അപ്പോൾ ടാക്സസ് ആൻഡ് വേജസ് ഔട്ട്സ്റ്റാൻഡിംഗ് ₹1,000 എന്ന് മാത്രം പറഞ്ഞാൽ നമ്മളത് എന്ത് മനസ്സിലാക്കണം? അത് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ആണെന്ന് മനസ്സിലാക്കണം. ഇവിടെ നമുക്ക് അങ്ങനെ തന്നിട്ടുണ്ട്, പ്രശ്നമില്ല. ദെൻ ടെലിഫോൺ റെൻറ്റ് ഓവിങ് ₹8. ടെലിഫോൺ റെൻറ്റ് ഓവിങ്, ടെലിഫോൺ റെൻറ്റ് എന്ന് പറയുന്നത് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റർ ആണോ? അല്ല. ടെലിഫോൺ നമ്മൾ അടയ്ക്കുന്നത് ടെലിഫോൺ കമ്പനിയാണ്, ഒരു പ്രൊഫഷണൽ ക്രെഡിറ്റർ അല്ല. അപ്പോൾ ഇതെന്താണ്? ഇതെന്ത് തരം ക്രെഡിറ്റർ? ടെലിഫോൺ റെൻറ്റ് ഓവിങ് മീൻസ് ഔട്ട്സ്റ്റാൻഡിങ്, നമ്മൾ കൊടുക്കാനുണ്ട്. അപ്പോൾ അതൊരു ക്രെഡിറ്ററാണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? ഒരു ലയബിലിറ്റിയാണ്, ഒരു ക്രെഡിറ്ററാണ്. അതെന്ത് ക്രെഡിറ്ററാണ്? അൺസെക്യൂർഡ് ക്രെഡിറ്ററാണ്. കാരണം സെക്യൂർഡ് ക്രെഡിറ്റർ അല്ല, പ്രിഫറൻഷ്യൽ ക്രെഡിറ്റർ അല്ല, ഡിബഞ്ചേഴ്സ് അല്ല. അപ്പോൾ പിന്നെ എന്താണ്? അൺസെക്യൂർഡ് ക്രെഡിറ്ററാണ്. ഇനി ലയബിലിറ്റി സൈഡിലേക്ക് നോക്കിയേ, വേറെ എന്തെങ്കിലും അൺസെക്യൂർഡ് ക്രെഡിറ്റർ ഉണ്ടോ എന്ന്. ഈ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഞാൻ പറഞ്ഞുതരാം. അതൊരു നഷ്ടമല്ല, അതൊരു ലയബിലിറ്റി അല്ല, നമ്മളൊരു പ്രൊവിഷൻ വെച്ചിരിക്കുകയാണ്. അതിൻ്റെ കാര്യം നമുക്ക് പിന്നീട് ഞാൻ ഡിസ്കസ് ചെയ്യാം. ഡിബഞ്ചേഴ്സ് ഉണ്ട്, സെപ്പറേറ്റ് ആണ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഇവിടെ എന്ത് കാറ്റഗറിയിൽ പെടുന്നതാണ്? സെക്യൂർഡ് ക്രെഡിറ്റ്. ഡിബഞ്ചേഴ്സ് സെക്യൂർഡ് അല്ല, അപ്പോൾ ഡിബഞ്ചേഴ്സ് ഹാവിങ് ഫ്ലോട്ടിംഗ് ചാർജ് ആണ്. അതിൻ്റെ ഓർഡർ ഓഫ് പേയ്മെൻറ്റ് നമുക്കറിയാം, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് നമ്മൾ എഴുതിയിട്ടുണ്ട്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ആണ്. ഈ ലയബിലിറ്റീസ് ഫോർ പർച്ചേസസ് അഥവാ സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഏത് വിഭാഗത്തിൽപ്പെട്ടതാണ്? അവർ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ആണ്. സെക്യൂരിറ്റി കൊടുത്തിട്ടുമില്ല, പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സും അല്ല, അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ആണ്. അതിൻ്റെ കൂടെ വരും എന്ത്? ടെലിഫോൺ റെൻറ്റ് ഓവിങ് ₹80. എന്നിട്ട് നമ്മളോട് യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ആൻഡ് ഡെഫിഷ്യൻസി സർപ്ലസ് അക്കൗണ്ട്. വളരെ, അതാ ഞാൻ പറഞ്ഞത്, ഇത്രയും സിമ്പിളായിട്ടൊരു പ്രോബ്ലമാണ്. വൺസ് യു ഗോ ത്രൂ ആൻഡ് സ്റ്റഡി വെൽ ദ പ്രൊഫോമ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. കൃത്യമായി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൻ്റെ പ്രൊഫോമ മനസ്സിലുണ്ടാവണം, അത് ബൈ ഹാർട്ട് ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റൂ. ഇതിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. കുറച്ച് ലെങ്തിയാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്, അതിൻ്റെ പ്രിപ്പറേഷൻ കുറച്ച് ശ്രദ്ധിക്കണം എന്നല്ലാതെ അതിൽ യാതൊരു കോംപ്ലിക്കേഷൻസും ഇല്ല. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ഇനി നമുക്ക് അത് എങ്ങനെയാണ് ചെയ്തെന്ന് നോക്കാം. എൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഞാൻ വേറെ മാർഗ്ഗം ഉണ്ടാവുമായിരിക്കും, ചിലപ്പോൾ ബോർഡൊക്കെ വെച്ചിട്ട്. എനിക്ക് തോന്നുന്നു ഇത് നിങ്ങളും കൂടെ കുറച്ച് എഫേർട്ട് എടുത്താൽ, അതായത് ഞാൻ പറയുന്നത് പോലെ ചെയ്ത് നോട്ടിൽ എഴുതി അതിനുശേഷം നിങ്ങൾ നോട്ട്, ഇപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ നോട്ടിൽ നോക്കുകയാണെങ്കിൽ എളുപ്പമുണ്ടല്ലോ. നിങ്ങളുടെ ഫോണിൻ്റെ ചെറിയ സ്ക്രീനിൽ ഇത് സ്ക്രോൾ ചെയ്താൽ എത്ര നോക്കിയാലും ബുദ്ധിമുട്ടായിരിക്കും. അത് ഞാൻ ബോർഡിൽ ചെയ്ത് കാണിച്ചാൽ നിങ്ങൾക്ക് സ്ക്രോളും ചെയ്ത് നോക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് വേണം?
നോട്ടിൽ എഴുതിയിട്ട് നോക്കുക. സോ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പെർട്ടിക്കുലേഴ്സ് എസ്റ്റിമേറ്റഡ് റിയലൈസബിൾ വാല്യൂ. ഓക്കെ, ആ പ്രൊഫോമ തന്നെയാണ്. അസറ്റ്സ് നോട്ട് സ്പെഷ്യലി പ്ലെഡ്ജ്ഡ് ആസ് പെർ ലിസ്റ്റ് എ. അസറ്റ്സിൻ്റെ സൈഡ് നോക്കിയാൽ നമുക്കറിയാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒരു അസറ്റ് അല്ല. അതെന്താണ്? അസറ്റാണ്, പക്ഷേ ഫിക്റ്റീഷ്യസ് അസറ്റാണ്, ഉപകാരമൊന്നുമില്ലാത്ത അക്യുമുലേറ്റഡ് ലോസസ് ആണ്. ബാക്കിയുള്ളതൊക്കെ നല്ല അസറ്റ്സ് ആണ്. മെഷീനറി, ലീസ് ഹോൾഡ് പ്രോപ്പർട്ടി, സ്റ്റോക്ക്, ബുക്ക് ഡെറ്റ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ്സ്, കോൾസ് ഇൻ ഏരിയർ ആൻഡ് ക്യാഷ് ഇൻ ഹാൻഡ്, ഇതൊക്കെ അസറ്റ്സ് ആണ്. ഇതൊക്കെ നമ്മൾ എഴുതണം. ഏതൊഴികെ? ലീസ് ഹോൾഡ് പ്രോപ്പർട്ടീസ് ഒഴികെ. കാരണം നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിയാൽ മനസ്സിലായി ലീസ് ഹോൾഡ് പ്രോപ്പർട്ടി സെക്യൂരിറ്റി ആയി കൊടുത്തതാണ്. ബാക്കിയൊക്കെ നമ്മൾ എഴുതി. ക്യാഷ് ഇൻ ഹാൻഡ് 1000 ആണ്, കോൾസ് ഇൻ ഏരിയർ 5000 ആണ്. അതൊക്കെ ബാലൻസ് ഷീറ്റ് തന്ന ഫിഗർ തന്നെ, കാരണം റീവാലുവേഷൻ നടന്നിട്ടില്ല. ഇൻവെസ്റ്റ്മെൻറ്റ്സ് നോക്കുക. പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എത്രയാണ്? ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം, ഇത് കോമൺ ആയിട്ട് കുട്ടികൾ വരുന്നൊരു മിസ്റ്റേക്കാണ്. നിങ്ങളിവിടെ ERV എന്നൊക്കെ ഇവിടെ എഴുതും, പക്ഷേ എമൗണ്ട് എഴുതുമ്പോൾ ബാലൻസ് ഷീറ്റിലെ ഫിഗർ തന്നെ എഴുതും. ചെയ്യരുത്. കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറഞ്ഞ ഫിഗർ, കൂടിയിട്ടുണ്ടെങ്കിൽ കൂടിയ ഫിഗർ, മാറ്റമില്ലെങ്കിൽ അത് തന്നെ, അങ്ങനെയാണ് എഴുതേണ്ടത്. ഇൻവെസ്റ്റ്മെൻറ്റ്സ് ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം 6000 ആണ്. അത് 4000 റീവാല്യൂ ചെയ്ത് നമ്മൾ 4000 ആണ് ഇവിടെ എഴുതിയത്. അതുപോലെ ട്രേഡ് ഡെറ്റേഴ്സ്, സൺഡ്രി ഡെറ്റേഴ്സ് റീവാല്യൂ ചെയ്ത് 56,000 എങ്ങനെയാണ് വന്നതെന്ന് ഞാൻ പറഞ്ഞു. അത് നേരെ 56,000 റീവാല്യൂ ചെയ്തതിന് പകരം പറഞ്ഞിരിക്കുന്നത് ബാഡ് ഡെറ്റ്സ് 2000 ഉണ്ട്, ഡൗട്ട്ഫുൾ ഡെറ്റ്സ് 4000 ഉള്ളതിൽ 2000 കിട്ടും എന്ന് പറഞ്ഞാൽ 2000 പോകുന്നുള്ളൂ. അപ്പോൾ മൊത്തം 4000 പോയി. 60,000-ൽ നിന്ന് 4000. അതുകൊണ്ടാണ് ഞാൻ 2000 കുറച്ച് കാണിച്ചിരിക്കുന്നത്. 56,000 ആണ് എമൗണ്ട് വന്നത്. സ്റ്റോക്ക് ഇൻ ട്രേഡ് നിങ്ങൾക്കറിയാം 1000 റുപ്പീസ് ആയിരുന്നു സ്റ്റോക്ക് ഇൻ ട്രേഡ് ഉണ്ടായിരുന്നത്. അത് 2000 റീവാല്യൂ ചെയ്തു. അപ്പോൾ ആ 2000 തന്നെ. ദെൻ മെഷീനറി 40,000 മറ്റോ ആണ് ബാലൻസ് ഷീറ്റിലുള്ളത്, പക്ഷേ 60,000 ആണ് നമ്മളെ സംബന്ധിച്ച് റീവാല്യൂ ചെയ്ത ഫിഗർ. അതെല്ലാം കൂടി കൂട്ടി വെച്ച് 1,28,000. സി 1,28,000. ഇനി അടുത്ത കാറ്റഗറി അസറ്റ്സ് സ്പെഷ്യലി പ്ലെഡ്ജ്ഡ് ആസ് പെർ ലിസ്റ്റ് ബി ആണ്. ഇതൊക്കെ പ്രൊഫോമയിൽ വരുന്ന കാര്യമാണ് കേട്ടോ. അസറ്റ്സ് സ്പെഷ്യലി പ്ലെഡ്ജ്ഡ് ആസ് പെർ ലിസ്റ്റ് ബി, ERV, ഡ്യൂ ടു സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്, ഡെഫിഷ്യൻസി, സർപ്ലസ് ടു ലാസ്റ്റ് കോളം, ഇതൊക്കെ പ്രൊഫോമയിൽ വരുന്നതാണ്. അവിടെ നമ്മൾ അസറ്റ്സ് എന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് പ്രൊഫോമയിൽ. ഇവിടെ നമുക്ക് എന്താ അസറ്റ് എന്നറിയാം. എന്താണ്? ലീസ് ഹോൾഡ് പ്രോപ്പർട്ടിയാണ് അസറ്റ്. ലീസ് ഹോൾഡ് പ്രോപ്പർട്ടി. അതിൽ എസ്റ്റിമേറ്റ് റിയലൈസബിൾ വാല്യൂ എത്ര? 73,000. നോക്കുക, ലീസ് ഹോൾഡ് പ്രോപ്പർട്ടിയുടെ വില ആകെ 40,000 രൂപ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് റിയലൈസ് ചെയ്യാൻ എത്ര റിയലൈസ് ചെയ്യും? 73,000. അതാണ് ERV ആണ് ഇവിടെയും കൊടുക്കുന്നത്, 73,000. ഡ്യൂ ടു സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്. ഈ ലീസ് ഹോൾഡ് പ്രോപ്പർട്ടി ആർക്കാണ് സെക്യൂരിറ്റി ആയി കൊടുത്തിരിക്കുന്നത്? ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. നമ്മൾ മനസ്സിലാക്കി. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റിന് കൊടുക്കാനുള്ളത് എത്രയാണ്? 18,000 രൂപ. അപ്പോൾ നോക്കിയേ, 73,000 രൂപ കിട്ടേണ്ട അസറ്റാണ്. 73,000 രൂപ, ഇത് വിറ്റാൽ 73,000 രൂപ കിട്ടി. എന്നിട്ട് 18,000 മാത്രമേ നമ്മൾ കൊടുക്കാനുള്ളൂ. എന്ന് പറഞ്ഞാൽ ഡെഫിഷ്യൻസി ഉണ്ടോ? ഇനിയും കൊടുക്കാനുണ്ടോ? ഇല്ല. മുഴുവൻ കൊടുത്ത് തീർക്കാൻ നമുക്ക് പറ്റി. സർപ്ലസ് ഇല്ലേ? ഉണ്ട്. എത്ര? 73,000 മൈനസ് 18,000, 55,000 രൂപ സർപ്ലസ് ആണ്. സർപ്ലസ് ടു ലാസ്റ്റ് കോളം. കാരണം ഇത് ശ്രദ്ധിക്കുക, ഈ സർപ്ലസ് ലാസ്റ്റ് കോളത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? നോക്കുക, ലിസ്റ്റ് എയിലുള്ള അസറ്റ്സിൻ്റെ ടോട്ടലാണ് 1,28,000. അത് നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. ലിക്വിഡേറ്റർക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന തുകയല്ലേ? എന്തിനു വേണ്ടി? ലൈബിലിറ്റീസ് ഒക്കെ പേ ഓഫ് ചെയ്യാൻ വേണ്ടി ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന തുകയാണ് ലിസ്റ്റ് എയിലുള്ള ഈ ടോട്ടൽ 1,28,000. ഇനി ഈ 55,000ഓ? ഇതും ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കാരണം സെക്യൂരിറ്റിയായി കൊടുത്തതായിരുന്നു ലീസ് ഹോൾഡ് പ്രോപ്പർട്ടി. പക്ഷേ സെക്യൂരിറ്റിയുടെ ആ ലോൺ നമ്മൾ മുഴുവൻ അടച്ച് തീർത്തിട്ട് ബാക്കിയുള്ള 55,000 ക്യാൻ ബി ഫ്രീലി യൂസ്ഡ് ബൈ ലിക്വിഡേറ്റർ ഫോർ മീറ്റിംഗ് അതർ ലൈബിലിറ്റീസ്. അതുകൊണ്ട് നമ്മളിത് ലാസ്റ്റ് കോളത്തിലേക്ക് എഴുതി. എന്നിട്ട് അത് ടോട്ടൽ ചെയ്ത് വെച്ചു. 1,83,000 എന്ന് ടോട്ടൽ ചെയ്ത് വെച്ചു. എന്നിട്ട് പ്രൊഫോമയിൽ എഴുതിയതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ നേരെ എന്തെഴുതി? എസ്റ്റിമേറ്റഡ് ടോട്ടൽ അസറ്റ്സ് അവൈലബിൾ ഫോർ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ്, ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആൻഡ് അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്. കാരണം നമ്മളിവിടെ സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ഈ കോളത്തിൽ തന്നെ അതിന് കൊടുത്ത് തീർത്തു അല്ലേ? അവർക്ക് കൊടുത്തതിന് ശേഷമുള്ള തുക മാത്രമേ ഇങ്ങോട്ട് എടുത്തിട്ടുള്ളൂ. അവർക്ക് കൊടുക്കാനുള്ളത് നമ്മൾ തീർത്തു. ഇനി അവർക്ക് അവകാശപ്പെട്ടതല്ല. ഇനി 1,83,000 എന്ന് പറയുന്ന ആർക്കൊക്കെ അവകാശപ്പെട്ടതാണ്? ഇനി ആദ്യം കൊടുക്കേണ്ടത് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിനാണ്, അതിന് ഡിബഞ്ചർ ഹോൾഡേഴ്സിനാണ്, അത് കഴിഞ്ഞ് അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിനാണ്, പിന്നെ ഉണ്ടെങ്കിൽ അത് ഷെയർ ഹോൾഡേഴ്സിനാണ്. സോ 1,83,000 അങ്ങനെ എഴുതി. ഇനി പ്രൊഫോമയിൽ പറഞ്ഞിരിക്കുന്ന പോലെ നമ്മൾ ചുമ്മാ ഒരു എമൗണ്ട് ഉള്ളിൽ എഴുതി വയ്ക്കുന്നതാണ്. സമ്മറി ഓഫ് ഗ്രോസ് അസറ്റ്സ്. ഗ്രോസ് റിയലൈസബിൾ വാല്യൂ ഓഫ് അസറ്റ്സ് സ്പെഷ്യലി പ്ലെഡ്ജ് ചെയ്തിരിക്കുന്ന അസറ്റ്, അതായത് ഈ ലീസ് ഹോൾഡ് പ്രോപ്പർട്ടിയുടെ എസ്റ്റിമേറ്റഡ് റിയലൈസബിൾ വാല്യൂ 73,000. അതർ അസറ്റ്സ് നമ്മൾ നേരത്തെ എഴുതിയ 1,28,000. ഗ്രോസ് അസറ്റ്സ് 2,01,000 കിട്ടും. ഇതിൽ 18,000 രൂപ കൊടുത്തു. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി മാത്രം നമ്മൾ ഉള്ളിൽ എഴുതി വയ്ക്കുന്ന ഫിഗറാണ് 2,01,000. ഇനി എന്ത് വേണം? ഇനി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത്
നമ്മൾ ഗ്രോസ് ലയബിലിറ്റീസിനൊരു കോളം കൂടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെർഫോമൻസ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞ പോലെ ഗ്രോസ് ലയബിലിറ്റീസിനൊരു കോളം. ഇത് നമ്മൾ പിന്നെ ലയബിലിറ്റീസ് എത്ര ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. ഇതാണ് യഥാർത്ഥത്തിലുള്ള എമൗണ്ട് കോളം, നമുക്ക് ആവശ്യമുള്ള കോളം എന്ന് പറയുന്നത്. പേയ്മെൻറ്റ് നടത്താനൊക്കെ ആവശ്യമുള്ള കോളം റൈറ്റ് സൈഡിലെ കോളമാണ്. റൈറ്റ് സൈഡിലെ കോളം എസ്റ്റിമേറ്റ് റിയലൈസബിൾ വാല്യൂ കോളമാണ് വേണ്ടത്. പക്ഷേ ഇവിടെ ലയബിലിറ്റീസ് എത്രയുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ലെഫ്റ്റ് സൈഡിലൊരു പ്രൊഫോമയിൽ അങ്ങനെ ഉള്ളതുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്യണം ഒരു കോളം കൊടുത്തിരിക്കുന്നു. അതിൽ ആദ്യം എന്താ പ്രൊഫോമയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ടു ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് ക്ലെയിംസ് ആർ എസ്റ്റിമേറ്റഡ് ടു ബി കവേർഡ് ബൈ അസറ്റ് സ്പെഷ്യലി പ്ലെഡ്ജ്. അതായത് സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് എത്ര നമുക്ക് കൊടുക്കാൻ പറ്റി, എത്ര കൊടുക്കാനുണ്ടായിരുന്നു, അത് എത്ര കൊടുക്കാൻ പറ്റി, എത്ര കൊടുത്തു, അതാണ് ഇവിടെ കാണിക്കേണ്ടത്. 18,000 ആണ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റിന് കൊടുക്കാൻ, അതിവിടെ കാണിച്ചു. അതിവിടെ വേണോ? റൈറ്റ് സൈഡിലെ എമൗണ്ട് കോളത്തിൽ വേണോ? വേണ്ട. എന്തുകൊണ്ട്? നമ്മൾ ഓൾറെഡി കൊടുത്തു. ഇതുപടി ഇനി കൊടുക്കാനുള്ളതാണ് കാണിക്കേണ്ടത്. കൊടുത്തു. ലയബിലിറ്റി എത്രയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് അത് ആവർത്തിച്ച് ഇവിടെ എഴുതിയത്. ഇവിടെ നമുക്ക് ആവശ്യമില്ല. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ചെയ്യേണ്ടത് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് അല്ലേ? പെർഫോമൻസ് അങ്ങനെയാണ്. പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് അടുത്ത് കൊടുക്കാനുള്ള ആൾക്കാർ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ആണ്. അത് ആരൊക്കെയാണ്? ടാക്സസ് ആൻഡ് വേജസ് ആണ്. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 1,000 അലൈൻമെൻറ്റ് ചെറിയ വ്യത്യാസമുണ്ട്, നിങ്ങളത് മനസ്സിലാക്കണേ. 1,000 rupees പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് അതിവിടെ എഴുതി. അത് ലയബിലിറ്റി ആണല്ലോ, നമുക്ക് ലയബിലിറ്റി മനസ്സിലാക്കാൻ അതും വേണം. ഇപ്പോൾ അത് നമ്മൾ കൊടുക്കുന്നു 1,000. ഇപ്പോൾ 1,83,000 ആണ് ടോട്ടൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾ നോക്കിയാൽ അറിയാം. അതിൽ നിന്ന് 1,000 കുറച്ചപ്പോൾ 1,82,000 കിട്ടി. 1,82,000 അതെന്താണ്? ഇനി ആർക്കൊക്കെ ഉള്ളതാണ്? എസ്റ്റിമേറ്റഡ് ബാലൻസ് ഓഫ് അസറ്റ്സ് അവൈലബിൾ ഫോർ ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആൻഡ് അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ആണ് 1,82,200 രൂപയുണ്ട്. ഇനി ആർക്ക് കൊടുക്കാം? ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആസ് പെർ ലിസ്റ്റ് ഡി. അത് ലയബിലിറ്റീസ് കോളത്തിൽ കാണിച്ചു. പിന്നെ അത് കൊടുക്കുന്നതായി കാണിച്ചു. 50,000 കുറച്ചു. അപ്പോൾ ഇനി ബാക്കി 1,32,000 ഉണ്ട്. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുത്തു കഴിഞ്ഞ് 1,32,000 ഉണ്ട്. ഇവിടെ നമ്മൾ ഇത് യഥാർത്ഥത്തിൽ 1,32,000 എന്താ റെപ്രസെൻറ്റ് ചെയ്യുക? എസ്റ്റിമേറ്റഡ് ബാലൻസ് അവൈലബിൾ ഫോർ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് ആണ് അല്ലേ? ഡിബഞ്ചർ ഹോൾഡേഴ്സ് വരെയുള്ളവർക്ക് നമ്മൾ കൊടുത്തു തീർത്തു. ഇനി അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിനും ഷെയർ ഹോൾഡേഴ്സിനും കൂടി വീതിക്കാനുള്ള തുകയാണിത്. പക്ഷെ നമ്മൾ എഴുതുന്നത് എസ്റ്റിമേറ്റഡ് സർപ്ലസ് ബാർ ഡെഫിഷ്യൻസി ആസ് റിഗാർഡ്സ് ഡിബഞ്ചർ ഹോൾഡേഴ്സ് എന്നാണ്. ഇവിടെ നമുക്ക് ഡെഫിഷ്യൻസിന് ആവശ്യമില്ല, പ്രൊഫോമയിലുള്ളതാണ്. സോറി, എസ്റ്റിമേറ്റഡ് സർപ്ലസ് ആസ് റിഗാർഡ്സ് ഡിബഞ്ചർ ഹോൾഡേഴ്സ് എഴുതാം. സർപ്ലസ് ആണല്ലോ, എസ്റ്റിമേറ്റഡ് സർപ്ലസ് ആസ് റിഗാർഡ്സ് ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ഇനി നമ്മൾ എന്താ വേണ്ടേ? അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് കൊടുക്കണം. അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ആസ് പെർ ലിസ്റ്റ്. ഞാൻ ആ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് തന്നെ പറഞ്ഞു, ബാലൻസ് ഷീറ്റിൽ ഒരു അൺസെക്യൂർഡ് ക്രെഡിറ്ററേ ഉള്ളൂ. ആര്? സൺട്രി ക്രെഡിറ്റേഴ്സ് അഥവാ ലയബിലിറ്റീസ് ഫോർ പർച്ചേസസ് 20,000. പക്ഷേ അഡീഷണൽ ഇൻഫർമേഷന് മറ്റൊരു അൺസെക്യൂർഡ് ക്രെഡിറ്ററും കൂടെ വന്നു, ടെലിഫോൺ റെൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ്. അതുകൂടെ കൂട്ടുക. രണ്ടും അൺസെക്യൂർഡ് ക്രെഡിറ്ററാണ്. 20,080 രൂപ. അതിവിടെ ലയബിലിറ്റീസ് കോളത്തിലും കാണിച്ചു. 20,080 rupees. എന്നിട്ട് അത് കൂട്ടി ഇവിടെ എഴുതി. സി അത് 20,080. ഇപ്പോൾ 1,32,000 ആണ് നമുക്ക് ഉള്ളത് സർപ്ലസ്. അതിൽ നിന്ന് അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് കുറച്ചപ്പോൾ ബാക്കി എത്ര കിട്ടി? 1,11,920. 1,11,920. ഇവിടെ മറ്റൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണേ. നിങ്ങളത് നോട്ടിൽ വരുത്തണം ഈ അഡ്ജസ്റ്റ്മെൻറ്റ്. അതായത് കൂട്ടിയില്ല. 68. സി അപ്പോൾ നമ്മൾ ടെലിഫോൺ റെൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ് കൂടെ കൂടി 20,080 ഉണ്ട്. ആ 20,080 20,080 rupees നമ്മൾ എന്തിന് കുറച്ചു? ഇപ്പോൾ ബാക്കിയുള്ള സർപ്ലസ് ഉണ്ട് അല്ലേ? ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുത്തതിന് ശേഷമുള്ള സർപ്ലസ് ഉണ്ട് 1,32,000 ഉണ്ട്. അതിൽ നമ്മൾ 20,080 കുറച്ചു 1,11,920 എന്ന് കിട്ടി. 1,11,920 എന്ന് കിട്ടി. ഇനി അവിടെ ഒരു ചെറിയ കാര്യം മനസ്സിലാക്കിയാലും കുഴപ്പമൊന്നുമില്ല, എന്നാലും ഒരു ചെറിയ കാര്യം നിങ്ങൾ നോക്കാം. 1 lakh ഇത്രയും മതി നമുക്ക്. 1,11,920 കിട്ടിയാൽ മതി, ഇനി കൂടുതൽ മനസ്സിലാക്കേണ്ട. പക്ഷേ ഞാൻ എഴുതിയിരിക്കുന്ന നോക്കി, എസ്റ്റിമേറ്റഡ് സർപ്ലസ് ഡെഫിഷ്യൻസി പ്രൊഫോമയിലുള്ളതാണ്. ഇപ്പോൾ ഇത് സർപ്ലസ് ആണല്ലോ, ഇനിയും കൊടുക്കാനുണ്ടല്ലോ, ഇനിയും ബാക്കിയുണ്ട് നമുക്ക് ഫിഗർ. എസ്റ്റിമേറ്റഡ് സർപ്ലസ് ആസ് റിഗാർഡ്സ് ക്രെഡിറ്റേഴ്സ് ബ്രാക്കറ്റ് എഴുതിയിരിക്കുന്ന നോക്കുക. ബീയിങ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രോസ് അസറ്റ്സ് ആൻഡ് ഗ്രോസ് ലയബിലിറ്റീസ്. ഇവിടെ നമ്മളൊരു ഗ്രോസ് അസറ്റ്സ് എഴുതി വെച്ചിട്ടില്ലേ? 2,01,000. സി നമുക്ക് ആവശ്യമൊന്നുമില്ല, പക്ഷേ ഉള്ളിലൊരു ഫിഗർ എഴുതിയില്ലേ? 2,01,000. ആ 2,01,000-ഉം ഈ 89,080 ഉണ്ടോ ഗ്രോസ് ലയബിലിറ്റീസ്. ഗ്രോസ് അസറ്റ്സ് 2,01,000, ഗ്രോസ് ലയബിലിറ്റീസ് നിങ്ങളൊന്ന് ഞാൻ ബ്രാക്കറ്റിൽ കാണിക്കാം. -89,080
ഇതാണ് 1,11,920. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമില്ല, ഇങ്ങനെ വരുമോ? ഇപ്പോൾ ഇത്രയും പോർഷൻ നിങ്ങൾ എക്സാമിന് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. സി, ഇത്രയും പോർഷൻ നിങ്ങൾ എക്സാമിന് എഴുതി, ബീങ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രോസ് അസറ്റ്സ് ആൻഡ് ഗ്രോസ് ലയബിലിറ്റീസ് ഉള്ള കാര്യം എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. എക്സ്ക്യൂസ് മീ, സോറി, ഇത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെ തന്നെ വരുള്ളൂ. ഈ 1,32,000 20,080 കുറയ്ക്കാൻ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? 1,11,920 അത്രയും മതി. പിന്നെ ഇതിങ്ങനെ വന്നു എന്ന് മാത്രം. അതായത് എല്ലാ ലൈബിലിറ്റീസും കൊടുത്തു കഴിഞ്ഞതിന് ശേഷമുള്ള സർപ്ലസ് ഗ്രോസ് അസറ്റ്സിൽ നിന്ന് ഗ്രോസ് ലൈബിലിറ്റീസ്. ഇത് എന്തുകൊണ്ടായി 1,11,920 ഗ്രോസ് അസറ്റ്സ് മൈനസ് ഗ്രോസ് ലൈബിലിറ്റീസ് എന്ന് പറയാം? നമുക്കറിയാം ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു അസറ്റ്സ് മൈനസ് ലൈബിലിറ്റീസ്. നിങ്ങൾ ആ ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ +1 പഠിച്ച് ഓർക്കുക. ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു അസറ്റ്സ് മൈനസ് ലൈബിലിറ്റി ആണല്ലേ, അസറ്റ്സ് മൈനസ് ലൈബിലിറ്റി. ആ ഒരു ഇക്വേഷൻ കറക്റ്റായി വരാൻ വേണ്ടി മാത്രം നമ്മൾ ചെയ്യുന്നത് മാത്രം. ഗ്രോസ് അസറ്റ്സ് എസ്റ്റിമേറ്റഡ് റിയലൈസബിൾ വാല്യൂ 2,01,000 നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ലൈബിലിറ്റീസ്, അതുകൊണ്ടാണ് നമ്മളിവിടെ സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ഒക്കെ കൊടുത്തത് വീണ്ടും ഇവിടെ തന്നെ എഴുതിയിരിക്കുന്നത്, ലൈബിലിറ്റീസ് മൊത്തത്തിൽ വരാൻ വേണ്ടിയിട്ട്. ഇനിയും ഒരിക്കൽ കൂടി ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ 18,000 കാണിച്ചിരിക്കുന്നത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗ്രോസ് അസറ്റ്സ് ഗ്രോസ് ലൈബിലിറ്റീസ് കുറച്ചാൽ ബാക്കി 1,11,920 ഉണ്ട്. ഇനി എന്താ കൊടുക്കാനുള്ളത്? ഇഷ്യൂഡ് ആൻഡ് പെയ്ഡ് ക്യാപിറ്റൽ. അതിൽ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഇല്ല, അതുകൊണ്ട് അത് വേണ്ട. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 80,000 കൊടുക്കാറുണ്ട് അല്ലേ, 80,000 കൊടുക്കാറുണ്ട്, അത് നമ്മൾ കൊടുത്തു. ബാക്കി 31,920. ഇതും ഡെഫിഷ്യൻസി വേണ്ടത്. ആ പ്രൊഫോമയിൽ വന്ന് ഞാൻ കട്ട് ചെയ്ത് കളയാൻ മറന്നുപോയതാണ്. ഇതും സർപ്ലസ് ആണ്. ഇനിയും നമുക്ക് ബാക്കിയാണ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തതിന് ശേഷവും ബാക്കിയാണ് 31,920 റുപ്പീസ്. ഇതോടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് കഴിഞ്ഞു. ഞാൻ പറഞ്ഞത് ഞാൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഇല്ലെങ്കിൽ നിങ്ങളതൊന്നുകൂടെ റീവൈൻഡ് ചെയ്ത് കേൾക്കണേ, ഈ വീഡിയോ കേൾക്കണം, കാണുകയും കേൾക്കുകയും വേണം. 31,920 ആണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൻ്റെ ഫൈനൽ ഫിഗർ. എസ്റ്റിമേറ്റഡ് സർപ്ലസ് ആസ് റിഗാർഡ്സ് മെമ്പേഴ്സ്. നമ്മുടെ പ്രോബ്ലം കഴിഞ്ഞിട്ടില്ല, കണ്ടിന്യൂ ചെയ്യാണ്. സർപ്ലസ് അക്കൗണ്ട് ഇനി പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ നോക്കിയ ഡെഫിഷ്യൻസി ബാർ സർപ്ലസ് ആണ്. ഇവിടെ നമുക്ക് സർപ്ലസ് ആണെന്ന് മനസ്സിലായപ്പോൾ സർപ്ലസ് അക്കൗണ്ട് മാത്രം. എന്തിനാണ് ഈ സർപ്ലസ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന 31,920 റുപ്പീസ് ഉണ്ടല്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്, അതെങ്ങനെ വന്നു? സർപ്ലസ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ടു എക്സ്പ്ലെയിൻ ഹൗ ദ സർപ്ലസ് വാസ് അറൈവ്ഡ് അറ്റ്. എങ്ങനെയാണ് അത് കിട്ടിയത്, റീസൺസ് ഫോർ ദാറ്റ് സർപ്ലസ് എക്സ്പ്ലെയിൻ ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ പ്രൊഫോമയിൽ കണ്ടതുപോലെ തന്നെ ഐറ്റംസ് റെഡ്യൂസിങ് സർപ്ലസ്, അല്ലെ ഐറ്റംസ് കോൺട്രിബ്യൂട്ടിംഗ് ടു ഡെഫിഷ്യൻസി ബാർ റെഡ്യൂസിങ് സർപ്ലസ്. ഞാൻ പറഞ്ഞു ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നത് ഒന്നാണ്. ഡെഫിഷ്യൻസി കൂട്ടുക എന്ന് പറയുന്നതും ഡെഫിഷ്യൻസി ഇല്ലായ്മ കൂട്ടുന്നതും സർപ്ലസ് ഉള്ളത് കുറയുന്നതും ഒരു മീനിങ് അല്ലേ? ആണ്, ഒരു മീനിങ് ആണ്. അതിന് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു, എല്ലാം ഒന്നും ആവശ്യമുള്ളതല്ല. ആദ്യത്തെ ആ പോർഷൻ പ്രൊഫോമയിൽ നോക്കിയാൽ മനസ്സിലാവും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ആണ്. കഴിഞ്ഞ വർഷങ്ങളിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, കഴിഞ്ഞ വർഷത്തെ അക്യുമുലേറ്റഡ് ലോസസ് അതിവിടെ ഉണ്ടല്ലേ. നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ ഒരു എമൗണ്ട് കണ്ടു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് 35,000, അതിവിടെ ഉണ്ട്, അത് നമ്മൾ എഴുതി 35,000. പിന്നെ ഡിവിഡൻസ് ഡിക്ലെയർഡ് ആണ്, അതിവിടെ ഇല്ല. ബോണസസ് ഡിക്ലെയർഡ്, അതിവിടെ ഇല്ല. കറൻറ്റ് ഇയർ ലോസ്, അതും ഇവിടെ ഇല്ല. പിന്നെ എസ്റ്റിമേറ്റഡ്, ഞാൻ പറഞ്ഞായിരുന്നു ഈ ഒരു ഭാഗമാണ് പ്രധാനപ്പെട്ടത്. എസ്റ്റിമേറ്റഡ് ലോസസ് നൗ റിട്ടൺ ഓഫ് ഓർ ഫോർ വിച്ച് പ്രൊവിഷൻ ഹാസ് ബീൻ മെയ്ഡ്. ഇവിടെ നമ്മൾ എഴുതേണ്ടത് ഈ അസറ്റ്സ് റീവാല്യൂ ചെയ്തില്ലേ, അസറ്റ്സ് റീവാല്യൂ ചെയ്തപ്പോൾ നഷ്ടം സംഭവിച്ചത്. ലീസ് ഹോൾഡ് പ്രോപ്പർട്ടി റീവാല്യൂ ചെയ്തപ്പോൾ നമുക്ക് ലാഭം ഉണ്ടായത്, മെഷീനറി റീവാല്യൂ ചെയ്തപ്പോൾ ലാഭം ഉണ്ടായത്, അതേപോലെ പിന്നെ മറ്റെന്തോന്നും കൂടെ റീവാല്യൂ ചെയ്തത്, സ്റ്റോക്ക് റീവാല്യൂ ചെയ്തപ്പോൾ ലാഭം ഉണ്ടായത്, ഇൻവെസ്റ്റ്മെൻറ്റ്സ് റീവാല്യൂ ചെയ്തപ്പോൾ നമുക്ക് നഷ്ടം ഉണ്ടായി. നോക്കിയാൽ 6,000 ഉണ്ടായിരുന്ന ബാലൻസ് ഷീറ്റിൽ 6,000 ഉണ്ടായിരുന്നത്, അത് റിയലൈസ് ചെയ്തപ്പോൾ എത്ര കിട്ടിയുള്ളൂ? 4,000 രൂപ. അപ്പോൾ 2,000 രൂപ ഇപ്പം നഷ്ടം വന്നില്ലേ എന്ന് പറഞ്ഞാൽ സർപ്ലസ് റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു കാരണമാണത്. 2,000 രൂപ വന്നു. ദെൻ പുതുതായി നമ്മൾ 2 കണ്ടുപിടിച്ചു, 2 വന്നു. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ് ടാക്സും വേജുമായി 1,000 രൂപ കൊടുക്കാനാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതായത് അഡീഷണൽ ഇൻഫർമേഷൻ വന്ന കാര്യം നമ്മൾ ബാലൻസ് ഷീറ്റിൽ മനസ്സിലാക്കാഞ്ഞ എന്നാൽ അഡീഷണൽ ഇൻഫർമേഷൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അത് വന്നതുകൊണ്ട് സർപ്ലസ് അത്രയും കുറയില്ലേ? കുറയും. ടെലിഫോൺ റെൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ് 80 രൂപ, അതും കൊടുക്കാനുള്ളതല്ലേ, അതുകൊണ്ട് സർപ്ലസ് കുറയില്ലേ, അല്ലെങ്കിൽ ഡെഫിഷ്യൻസി കൂടില്ലേ? കൂടും. സോ അത്രയും രൂപയും കൂടി 38,080 രൂപയാണ് സർപ്ലസ് കുറയാൻ കാരണമായ ഫിഗേഴ്സ്. ഞാൻ ഒന്നുകൂടെ പറയാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് 35,000 ഉണ്ട്. പിന്നെ നെറ്റ് ഡിവിഡൻസ് ഡിക്ലെയർഡോ ബോണസ് ഡിക്ലെയർഡോ ഒന്നുമില്ല. അതൊക്കെ ഉണ്ടെങ്കിൽ സർപ്ലസ് കുറഞ്ഞേനെ.
അതേപോലെ ലോസസ് ഡ്യൂറിങ് ദ കറൻറ്റ് ഇയർ ഉണ്ടെങ്കിൽ ലോസ് കുറഞ്ഞേനെ, സർപ്ലസ് കുറഞ്ഞേനെ. പക്ഷെ ഇവിടെ അതൊന്നുമില്ല. പിന്നെ എന്താ വേണ്ടേ? എസ്റ്റിമേറ്റഡ് ലോസസ് നൗ റിട്ടേൺ ഓഫ്. ഇവിടെ ഡെറ്റേഴ്സ് എന്തുകൊണ്ടാണ് കാണിക്കാതെ? ഓക്കെ, അത് നിങ്ങൾക്ക് ഒരു സംശയം വരാൻ സാധ്യതയാണ്. ഡെറ്റേഴ്സ് 4000 കുറവുണ്ടല്ലോ, അത് ഇവിടെ കാണിക്കാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അതിന് മുമ്പ് പറയാനുള്ള പറയും, ഇൻവെസ്റ്റ്മെൻറ്റ്സ് കുറഞ്ഞു. 6000 ഉണ്ടായി 4000 കുറഞ്ഞു. അപ്പോൾ 2000 രൂപ നമുക്ക് നഷ്ടം വന്നു. റിച്ച് സർപ്ലസ് കുറഞ്ഞു. പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സും ടെലിഫോൺ റെൻറ്റും പുതിയ 2 പേയ്മെൻറ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തതോടുകൂടി അത്രയും കൂടി സർപ്ലസ് കുറയും. അത് നമ്മളിവിടെ എഴുതി വെച്ചു. ടോട്ടൽ 38,080 കിട്ടി. നിങ്ങൾക്ക് സ്വാഭാവികമായൊരു സംശയം തോന്നാം, സൺഡ്രി ഡെറ്റേഴ്സ് റീവാല്യൂ ചെയ്തപ്പോൾ 4000 രൂപ കുറവാണ് വന്നത്. എന്തുകൊണ്ടാണ് അതിവിടെ? സർപ്ലസ് കുറയാണല്ലോ വേണ്ടത്. സർപ്ലസ് കുറയാണ്. സൺഡ്രി ഡെറ്റേഴ്സ് നമ്മൾ വിചാരിച്ച തുക കിട്ടുന്നില്ല, സർപ്ലസ് കുറയാണ് വേണ്ടത്. പക്ഷെ നമ്മളിത് ഇവിടെ കാണിക്കുന്നില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ് നിങ്ങൾ കണ്ടു 10,000 രൂപയുണ്ട്. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ് 10,000 റുപ്പീസ് ഉണ്ട്. അതെന്താ ശരിക്കും? അത് നമ്മൾ റിസർവ് ആയിട്ട് വെച്ച തുകയാണ്, പ്രൊവിഷനായി വെച്ചതാണ്. അത് നഷ്ടം ഉണ്ടാവോ ഇല്ലയോ നമുക്കറിയില്ല. അപ്പോൾ 10,000 രൂപ വെച്ചതിൽ നമുക്ക് യഥാർത്ഥത്തിൽ എത്രയും നഷ്ടം സംഭവിച്ചുള്ളൂ? 4,000 രൂപ അല്ലേ? 4,000 രൂപയല്ലേ നമുക്ക് നഷ്ടം സംഭവിച്ചുള്ളൂ? 6,000 നമുക്ക് കേട്ടമല്ലേ? 10,000 രൂപ നഷ്ടം സംഭവിക്കുമെന്ന് വിചാരിച്ച് നമ്മൾ മാറ്റി. 4,000 രൂപ മാത്രമേ നഷ്ടം സംഭവിച്ചുള്ളൂ. 6,000 നേട്ടമാണ്. അത് ഐറ്റംസ് കോൺട്രിബ്യൂട്ടിംഗ് ടു സർപ്ലസ് ആണ്. ഇനി ഇതൊക്കെ മറക്കുക. ഈ ക്വസ്റ്റ്യനിൽ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ് എന്ന് പറഞ്ഞ സംഭവം ഇല്ലായിരുന്നു വിചാരിക്കും. ഈ ക്വസ്റ്റ്യനിൽ ലയബിലിറ്റി സൈഡിൽ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ് എന്ന് പറഞ്ഞ സംഭവം ഇല്ലായിരുന്നു. ഈ ഡെറ്റേഴ്സ് 60,000 നമുക്ക് അസറ്റ് സൈഡിലുണ്ടായിരുന്നു. 4,000 രൂപ ബാഡ് ഡെറ്റ്സ് ആയിട്ടോ അല്ലെങ്കിൽ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ആയിട്ടോ 4,000 രൂപ കുറഞ്ഞു. അങ്ങനെയെങ്കിൽ നമ്മൾ ഇവിടെ കാണിക്കേണ്ടി വന്നേനെ, സൺഡ്രി ഡെറ്റേഴ്സ് 4,000 രൂപ കുറഞ്ഞു, അതുകൊണ്ട് സർപ്ലസ് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇവിടെയായിരുന്നു കാണിക്കേണ്ടി വരിക. മനസ്സിലായോ? പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ് പറഞ്ഞൊരു തുക ഇല്ലായിരുന്നു. സൺഡ്രി ഡെറ്റേഴ്സിൽ വന്ന കുറവ് നമ്മൾ ഇവിടെ ഐറ്റംസ് റെഡ്യൂസിങ് സർപ്ലസ് ആയി കാണിക്കേണ്ടി വന്നേനെ. ഇവിടെ അങ്ങനെയല്ല. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ് 10,000 ഉണ്ട്. നമ്മൾ റിസർവ് ആണത്. ശരിക്കും പറഞ്ഞാൽ റിസർവ് ആണ്, നമുക്ക് കിട്ടാനുള്ളത്, നമ്മുടെ കമ്പനിക്കുള്ളതാണത്. അതിൽ 4,000 ആകെ പോയിട്ടുള്ളൂ. അപ്പോൾ 6,000 രൂപ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐറ്റംസ് കോൺട്രിബ്യൂട്ടിംഗ് ടു സർപ്ലസ് ആണ്. അത് നമ്മളിവിടെ എഴുതി. ദെൻ മെഷീനറി ഇവിടെയാണ് അതർ ഐറ്റംസ് കോൺട്രിബ്യൂട്ടിംഗ് സർപ്ലസ് നമ്മൾ തുടങ്ങിയത് കേട്ടോ. കാരണം എന്താ? ഇവിടെ ആദ്യം വേണ്ടത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് ആണ്. അതില്ല, ഒന്നെങ്കിൽ ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ്. ഇവിടെ ഡെബിറ്റ് ഉണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് പറഞ്ഞാൽ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് ആണ്, അതിവിടെ ഇല്ല. അതേപോലെ പിന്നെ പ്രോഫിറ്റ് ഫോർ ദ കറൻറ്റ് ഇയർ അതും ഇല്ല. പിന്നെ അതർ ഐറ്റംസ് കോൺട്രിബ്യൂട്ടിംഗ് സർപ്ലസ്, അതിലാണ് മെഷീനറി പോലുള്ള അസറ്റ്സ് ഒക്കെ റീവാല്യൂ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ലാഭം 30,000 ആകെ ബുക്ക് വാല്യൂ ഉണ്ടായിരുന്നുള്ളൂ. റീവാല്യൂ ചെയ്തപ്പോൾ 60,000 കിട്ടി, 30,000 ലാഭം കിട്ടി. ലീസ് ഹോൾഡ് പ്രോപ്പർട്ടീസ് ആകെ 40,000 ഉണ്ടായിരുന്നുള്ളൂ. അത് റീവാല്യൂ ചെയ്തപ്പോൾ 73,000 കിട്ടി, അങ്ങനെ 33,000. സ്റ്റോക്ക് 1,000 ഉണ്ടായിരുന്ന 2,000 പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ് ഞാൻ നേരത്തെ പറഞ്ഞു 10,000 രൂപയാണ് നമ്മൾ റിസർവായി വെച്ചിരുന്നത്. 4,000 രൂപ നഷ്ടം സംഭവിച്ചു, എന്നാലും 6,000 രൂപയുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ ഐറ്റംസ് കോൺട്രിബ്യൂട്ടിംഗ് സർപ്ലസ് എത്രയുണ്ട്? 70,000 ഉണ്ട്. അപ്പം സർപ്ലസ് കൂട്ടാൻ കാരണമായ 70,000 രൂപയുണ്ട്, സർപ്ലസ് കുറയാൻ കാരണമായ 38,080 ഉണ്ട്. ഇതിന് ഡിഫറൻസ് എടുത്താൽ നമുക്ക് കിട്ടി സർപ്ലസ് ആസ് ഷോൺ ഇൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടി ഈ 31,920 റുപ്പീസാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൽ കിട്ടിയ ഫൈനൽ ഫിഗർ 31,920. ഐ ഹോപ്പ് ഓൾ ഓഫ് യു ഹാവ് അണ്ടർസ്റ്റുഡ്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒരിക്കൽ കൂടി കണ്ടു നോക്കുക. താങ്ക് യു. നെക്സ്റ്റ് ദിവസം അടുത്തൊരു ക്ലാസ്സുമായിട്ട് അടുത്തൊരു പ്രോബ്ലം ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.